ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ കസിൻ്റെ ഹൽദി പ്ലസ് മെഹന്തി നൈറ്റാണ്. സോ ഞാനും അമ്മയും സെയിം ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇടുന്നത്. ഞങ്ങളിത് എടുത്തിട്ടുണ്ടായിരുന്നത് കഞ്ഞിക്കുഴി ഭാവൻസ് എന്ന് പറയുന്നത്, അതായത് തരങ്ക എന്നാണ് അതിൻ്റെ മെയിൻ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് 1500 റുപ്പീസ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ആ ഒരു റേറ്റാണ് വരുന്നത്. സോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ അപ്പാപ്പയുടെ ഓട്ടോയിൽ തന്നെയായിരുന്നു കേട്ടോ. അവിടെ പ്രോഗ്രാം സ്റ്റാർട്ടാവുന്നത് 6 മണിക്കാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് തന്നെ 5:30 കഴിഞ്ഞിട്ടായിരുന്നു. കാരണം ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നിട്ടൊക്കെ വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാഞ്ഞാണ് പോയിട്ടും ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും എൻ്റെ വല്യമ്മയും വലിയച്ഛനും ഞങ്ങൾ 4 പേരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അന്നൊരു 10-ാം ഉദയം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുമായിരുന്നു. ദെൻ ഫൈനലി ഞങ്ങൾ ഒരു 6 മണി 6:15 ആയപ്പോഴത്തേക്കിനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിൻസിനെയൊക്കെ കണ്ടു. അവരൊക്കെ ഭയങ്കര നാണമുള്ള കുട്ടികളാണ് കേട്ടോ. എന്നെപ്പോലെ ഒന്നുമല്ല, ഭയങ്കര നാണാണ്. ക്യാമറ ഞാൻ പിടിക്കുന്നത് കാണുമ്പോഴേ അവളുമാരെല്ലാം ഓടിക്കളയായിരുന്നു. പതിവ് ഞാൻ അവരെ പിടിച്ചിരുത്തിയതാണ്. സോ അങ്ങനെ ഇതാണ് കേട്ടോ അവരുടെ അനിയൻ. അവർ 2 ട്വിൻസും പിന്നെ ഒരു അനിയനുമാണ് അവർക്കുള്ളത്. സോ അവൻ ആദ്യം ഇച്ചിരി ഷൈ കാണിച്ചെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇതാണ് അവരുടെ അമ്മ വന്നിട്ട്. ആൾ ഭയങ്കര പാവമാണ്, അതുപോലെ തന്നെ ഭയങ്കര ഫോട്ടോമാനിയുമാണ്. then അതിന് ശേഷം നമ്മൾ അവിടെ കണ്ട വലിയൊരാളായിരുന്നു ഈ കുഞ്ഞു സാധനം. ആൾ ഭയങ്കര കുറുമ്പായിരുന്നു കേട്ടോ. ആൾ ക്യാമറയുടെ ഒക്കെ മുമ്പിൽ ആര് ഫോൺ എടുത്താലും വന്ന് നിൽക്കും. നമുക്ക് ഫോണൊന്നും പിന്നെ കിട്ടില്ല. ക്യാമറ ചേട്ടന്മാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് ഫോട്ടോ എടുത്തത്. കുട്ടീനെ ഒന്ന് പിടിച്ച് മാറ്റാൻ ഒരുപാട് ട്രൈ ചെയ്ത് അവസാനം കുട്ടീനെ കൊണ്ടുപോവുകയായിരുന്നു ചെയ്തിട്ടുണ്ട്. അതിന് ഭയങ്കര ബഹളമായിരുന്നു. then ഫൈനലി ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മെഹന്തി ആയിരുന്നു. ദെൻ ഇതാണ് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയായിരുന്നു ആദ്യത്തെ സെറ്റ് ഓഫ് മെഹന്തി ഇടുന്നത്. ദെൻ അതിന് ശേഷമായിരുന്നു ഓരോരുത്തർ വീതം നമ്മുടെ കസിൻസും റിലേറ്റീവ്സും എല്ലാവരും മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിട്ടില്ല കേട്ടോ. കാരണം എനിക്കിങ്ങനെയൊക്കെ കയറുന്നത് ഭയങ്കര നാണമുള്ള കേസാണ്. ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും എന്നുള്ളതല്ലാതെ എനിക്കിങ്ങനെ പുറമെ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ചെയ്യാനൊക്കെ ഞാൻ ഭയങ്കര നാണക്കാരിയാണ്. സോ ഞാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് ഷോട്ടൊക്കെ എനിക്ക് മിസ്സാവുകയും ചെയ്തു. ഞാൻ ഇതിൽ എടുത്തിട്ടുമില്ല. അതിന് ശേഷം ഓരോരുത്തരായിട്ട് അത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവരുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അവളുടെ ഒരുക്കവും ആ ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ അവളുടെ നാത്തൂൻ. അങ്ങനെ നാത്തൂനും ഒക്കെ വന്ന് മെഹന്തിയൊക്കെ ഇട്ടു. മെഹന്തി ഇടുന്നത് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് ഹൽദി ആയിരുന്നു. അങ്ങനെ ആദ്യം മെഹന്തിയാണ്. അങ്ങനെ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഞാൻ രണ്ടാമത് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹൽദി ആയിരുന്നു. സോ അതാണ് ഈ ഒരു സെറ്റപ്പൊക്കെ. അതിനുശേഷം എൻ്റെ വല്യമ്മയൊക്കെ ആദ്യമേ കയറിയിരുന്നു. അന്നേരത്തേക്കിനും ചെക്കനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കൻ്റെ പേര് വിഷ്ണു എന്നും പെൺകുട്ടിയുടെ പേര് അർച്ചന എന്നും ആയിരുന്നു. ദെൻ ചെക്കനൊക്കെ വന്നു. അവരുടെ ഫാമിലിയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പെണ്ണിൻ്റെ വക നല്ലൊരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവളെ സംബന്ധിച്ച് ഞാനും അവളും ചെറുപ്പം മുതലേ ഒരുപാട് അടുത്തൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിലും അവളിങ്ങനെ ഒരു ഡാൻസ് കളിക്കുന്ന കേസൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സോ അന്ന് അവൾ ആ ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോൾ സത്യമായിട്ടും ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആളങ്ങനെ ആയിരുന്നില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ കൂടെ കളിച്ച് പിള്ളേരും ഒക്കെ. അതിന് മുമ്പ് ഒരു കുട്ടിയുടെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അവളുടെ നല്ലൊരു ഡാൻസൊക്കെ കണ്ട് നിന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ നമ്മൾ നേരെ ഓടിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആക്രാന്തം മൊത്തം ഞാൻ ആദ്യത്തെ ഷോട്ടൊന്നും എടുത്തില്ല. പകുതി എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരോടും ടാറ്റാ ബൈബൈയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ കാറിൽ കയറി തിരിച്ച് വീട്ടിൽ പോകണം. അന്നേരത്തേനും എൻ്റെ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ അന്നേരത്തേനും ടയർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഹന്തി പ്ലസ് ഹൽദി നൈറ്റ്. അപ്പോൾ ഇത്രയുള്ള ടാറ്റാ ബൈബൈ. ഓക്കെ, സീ യു.